അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അതെ, നമ്മൾ നമസ്കാരത്തിൽ സുമി അല്ലാഹു ലിമൻ അമിത എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽഹ സമാവാതി വ മിൽഹൽ അർദി വ മിൽഹ മാഷിയത്ത മിൻ ഷൈൻ ബഹദു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയല്ലേ, രോഗരക്ഷിതാവായ അള്ളാഹുവെ, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവെ, എന്നോട് കരുണയും കാരുണ്യം നൽകണേ അല്ലാ. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആയുസ്സും ആരോഗ്യം തരണേ അല്ല എന്നും, എനിക്ക് അള്ളാഹു തആല ഭക്ഷണം തരണേ എന്നും, എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു നിറവേറ്റി തരണേ എന്നും, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ രാത്രികളിലും എല്ലാ പകലുകളിലും അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ബർക്കത്ത് നൽകി എന്നെ അനുഗ്രഹിക്കണേ എന്നും, എനിക്ക് കാവൽ നൽകണേ എന്നും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ. അതിനുശേഷം നമസ്കാരത്തിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് മലയാളത്തിൽ തന്നെ ചൊല്ലി നമ്മൾ ദുആർക്കും. അപ്പോൾ ആ സമയം നമ്മൾ അള്ളാഹുവിനോട് നമസ്കാരത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ വചനങ്ങൾ ചൊല്ലി നമ്മളെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ നമസ്കാര ശേഷം ഇതന്നെ ആവർത്തിക്കാതെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ വർദ്ധിപ്പിക്കുക അല്ലേ, ഇതന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കൂലേ. അപ്പോൾ ആ നമസ്കാരത്തിൽ ആ വചനത്തിൽ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ പൂർണ്ണതയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമെന്നും, നമ്മളോട് കരുണയും കാരുണ്യം നൽകണമെന്നും, നമ്മൾക്ക് ആരോഗ്യവും ഭക്ഷണവും നൽകണമെന്നും, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ കാത്തുരക്ഷിക്കണമെന്നും, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു നിറവേറ്റി തരണമെന്നും, അള്ളാഹു എന്നെ കാക്കണമെന്നും, ഏകനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലി നമുക്ക് വർദ്ധിപ്പിക്കാം. അങ്ങനെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത്, ഈമാനും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്.